ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു ബാംഗ്ലൂർ സ്റ്റൈൽ റവ ഇഡലി ആൻഡ് ചട്നി. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് നേരിട്ട് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഓൾറെഡി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടു ചേർത്ത് കൊടുക്കുന്നു, ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ്, അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പും കടലപ്പരിപ്പും ഇതിന് ഒരു പ്രത്യേക ഫ്ലേവർ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും. ഇതിൻ്റെ കൂടെ നമുക്ക് 1 കപ്പ് റവ കൊണ്ടുള്ള ഇഡലിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ആ റവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊരു ചുമപ്പ് നിറമാകുന്നത് വരെ 5 മിനിറ്റ്, ഒരു 5-6 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ സാധാരണ ഉപ്മാവിനൊക്കെ വറുത്തെടുക്കുന്ന അതേ രീതിയിലാണ് ഇവിടെ റവ വറുത്തെടുക്കേണ്ടത്. കുറച്ചുകൂടി ആവശ്യത്തിന് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചുവന്ന നിറമാകുന്നത് വരെ വറുത്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. അതേ പാത്രത്തിലിരിക്കുമ്പോൾ അത് ഒന്നുകൂടി മൂത്തു പോകാൻ സാധ്യതയുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇഡലിയാണിത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തതും കൂടി ഇവിടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഈ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തൈരാണ്, അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ചായി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ആദ്യം പകുതി ചേർത്ത് കൊടുത്തു, ഇപ്പോൾ ഫുൾ തൈര് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അധികം പുളി ഉണ്ടാവാൻ പാടില്ല, പുളിയില്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ഇപ്പം തന്നെ ഇഡലി ഉണ്ടാക്കാൻ നമുക്ക് തയ്യാറാക്കാം. നിങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതായത് റവ വെള്ളത്തിൽ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുതിർന്നു പോകും. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് റവക്ക് ഇവിടെ 8 ഇഡലിയാണ് തയ്യാറാക്കാൻ പറ്റിയത്. ഞാൻ ആദ്യം ഇഡലി തട്ടിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് തടവി കൊടുത്തിട്ടാണ് മാവ് ഒഴിച്ചു കൊടുത്തത്. നമുക്ക് ഇഡലി സ്റ്റീം ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്കൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല കൂടി ചേർത്താൽ വളരെ സ്വാദായിരിക്കും. എൻ്റെ കയ്യിൽ പുതിന ഇല ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. പുതിന ഇല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. 2 പച്ചമുളക്, വറുത്ത കടല 1 ടേബിൾ സ്പൂൺ, നമ്മൾ മിക്സ്ചറിലെല്ലാം കാണുന്ന വറുത്ത കടല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് ജീരകവും നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒരു 1/2 നാരങ്ങയുടെ നീര്, ആവശ്യത്തിനനുസരിച്ച് 1 ടീസ്പൂൺ നാരങ്ങാ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഡലി ഏകദേശം 10-15 മിനിറ്റോളം സ്റ്റീം ചെയ്യാൻ വെച്ചിരുന്നു. ഇവിടെ റെഡിയായി കഴിഞ്ഞു. തണുത്തതിന് ശേഷം നമുക്കത് ഇളക്കി മാറ്റാം. ആ സമയത്ത് നമുക്ക് ചട്നിയിലേക്ക് വറുത്തിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കുറച്ച് കടു, അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഒന്ന് ചട്നിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇഡലിയാണ് ബാംഗ്ലൂർ റവ ഇഡലി. അതിൻ്റെ കൂടെയുള്ള ചട്നിയും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.